ആധുനിക കാലത്തെ വലിയൊരു ഭീഷണിയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. പ്ലാസ്റ്റിക് കാരണം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന വിഭാഗം സമുദ്രജീവികളും. ഒരു കാലത്ത് ജീവന്റെ ഉറവിടമായിരുന്ന കടലുകൾ ഇന്ന് മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. കടലാമകൾ, ഡോൾഫിനുകൾ, തിമിംഗലങ്ങൾ എന്നിവയെല്ലാം ഈ ദുരന്തത്തിന്റെ ഇരകളാണ്. ഈ ഭീഷണിക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഒടുവിൽ ജപ്പാനിലെ ടോക്കിയോ സർവകലാശാലയിലെ റൈക്കൻ സെന്റർ ഫോർ എമർജന്റ് മാറ്റർ സയൻസിലെ ശാസ്ത്രജ്ഞർ ഇതിനൊരു പരിഹാരവുമായി എത്തിയിരിക്കുകയാണ്. പൂർണ്ണമായും കടൽ വെള്ളത്തിൽ ലയിച്ച് ഇല്ലാതാകുന്ന പ്ലാസ്റ്റിക് ആണ് ഇവരുടെ കണ്ടുപിടുത്തം. വിശദമായി നോക്കാം. ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക്കുകളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പ്ലാസ്റ്റിക് മലിനീകരണ പ്രശ്നത്തിനുള്ള ഉത്തരമെന്ന നിലയിൽ കുറച്ചു കാലമായി ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒന്നാണ് പ്രകൃതിദത്തമായി മണ്ണിൽ അലിഞ്ഞു ചേരുന്ന പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിന്റെ കെടുതികളിൽ നിന്നും ലോകത്തെ രക്ഷിക്കുമെന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു പരിസ്ഥിതി സൗഹൃദമെന്ന് ഉയർത്തിക്കാട്ടി ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക്കുകൾ അവതരിപ്പിക്കുന്നത്. പക്ഷെ പറയുന്ന പോലെ അത്ര എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല ഈ പ്ലാസ്റ്റിക്കുകൾ. ഈ പ്രക്രിയയ്ക്ക് ഉയർന്ന താപനില, നിശ്ചിത സമ്മർദ്ദം, ചില രാസ അനുപാതങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് ജീർണിക്കാൻ മാസങ്ങൾ വേണ്ടിവരും. ഈ സമയം അത്രയും മാലിന്യ കൂമ്പാരമായി ഇത് അവിടെ തന്നെ കിടക്കുകയും ചെയ്യും. നിലവിലുള്ള ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങളുടെ പുതിയ മെറ്റീരിയൽ അവശിഷ്ടങ്ങളോ മൈക്രോ പ്ലാസ്റ്റിക്കുകളോ ബാക്കി വയ്ക്കാതെ പൂർണ്ണമായി ലയിച്ചില്ലാതാവുമെന്നാണ് ജപ്പാനിലെ ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത്. ടോക്കിയോക്കടുത്തുള്ള വാക്കോ നഗരത്തിലെ ഒരു ലാബിൽ ഒരു ചെറിയ കഷ്ണം പ്ലാസ്റ്റിക് 1 മണിക്കൂറിനുള്ളിൽ ഉപ്പുവെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നത് ഗവേഷക സംഘം പ്രദർശിപ്പിച്ചു. പെട്രോളിയം അധിഷ്ഠിത പ്ലാസ്റ്റിക്കുകളുടെ ശക്തിയോട് കിടപിടിക്കുന്ന ഈ പ്ലാസ്റ്റിക് ഉപ്പുമായി സമ്പർക്കം വരുമ്പോൾ വിഘടിക്കുകയാണ് ചെയ്യുന്നത്. പാക്കേജിംഗ് മേഖലയിൽ നിന്നടക്കം ഇതിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് പദ്ധതിയുടെ നേതാവ് തകൂസോ ഐഡ പറയുന്നു. എന്നാൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉപയോഗത്തെക്കുറിച്ച് ഗവേഷകർ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. വിഷരഹിതവും തീപിടിക്കാത്തതും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളാത്തതുമായ ഈ പ്ലാസ്റ്റിക് പാക്കേജിംഗ് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കടൽ വെള്ളത്തിൽ മാത്രമല്ല മണ്ണിലും ഉപ്പിന്റെ സാന്നിധ്യം ഉള്ളതിനാൽ ഇവ കരയിലും അലിഞ്ഞു ചേരും. പക്ഷേ കൂടുതൽ സമയമെടുക്കുമെന്ന് മാത്രം. ഏകദേശം 5 സെന്റിമീറ്റർ വലുപ്പമുള്ള ഒരു പ്ലാസ്റ്റിക് കഷ്ണം മണ്ണിലലിയാൻ 200 മണിക്കൂറാണ് വേണ്ടിവരുന്നത്. ഓരോ വർഷവും 80 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ സമുദ്രത്തിൽ എത്തുന്നുണ്ടെന്നാണ് കണക്ക്. ഇത്തവണത്തെ ലോക പരിസ്ഥിതി ദിനത്തിൽ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച പ്രമേയം തന്നെ പ്ലാസ്റ്റിക് മാലിന്യം അവസാനിപ്പിക്കുക എന്നതാണ്. ലോകമെമ്പാടും ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളിൽ പകുതിയും ഒറ്റത്തവണ ഉപയോഗത്തിനുള്ളതാണ്. ഇവ ഉപയോഗശേഷം ആളുകൾ വലിച്ചെറിയും. നശീകരണമില്ലാതെ ഇവ കെട്ടിക്കിടക്കുന്നത് കാരണം വരും കാലങ്ങളിൽ വൻ പ്രതിസന്ധിയാണ് കാത്തിരിക്കുന്നത്. നിലവിലെ പ്ലാസ്റ്റിക് പ്രതിസന്ധിയുടെ 3 മടങ്ങാകും വരും കാലങ്ങളിൽ ഉണ്ടാവാൻ പോകുന്നത്. അതിനാൽ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ വർദ്ധിച്ചു വരുന്ന പ്ലാസ്റ്റിക് മാലിന്യ പ്രതിസന്ധിക്ക് നൂതനമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ മത്സരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ജർമ്മനിയിലെ ശാസ്ത്രജ്ഞർ പ്ലാസ്റ്റിക് ഭക്ഷിക്കുന്ന ഫംഗസിനെ കണ്ടെത്തിയത് വലിയ വാർത്തയായിരുന്നു. സൂപ്പർ എൻസൈമുകളും പ്ലാസ്റ്റിക്കിനെ നശിപ്പിക്കാൻ ഉപയോഗപ്രദമാണെന്നും കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. 2016 ജപ്പാനിൽ നടന്ന ഒരു കണ്ടുപിടുത്തത്തിൽ ഒരു പ്രത്യേകതരം ബാക്ടീരിയ പ്ലാസ്റ്റിക്കിനെ അതിവേഗത്തിൽ തിന്നു നശിപ്പിക്കുന്നുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. 2040 പ്ലാസ്റ്റിക് മലിനീകരണം 3 ഇരട്ടിയാകുമെന്നാണ് UN പരിസ്ഥിതി പ്രോഗ്രാമിന്റെ പ്രവചനം. ഈ സാഹചര്യത്തിൽ ജപ്പാനിലെ പുതിയ കണ്ടുപിടുത്തം സുസ്ഥിര മാലിന്യ നിർമ്മാർജ്ജനത്തിന് നിർണായകമാണ്.